കാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ വീണ്ടും പ്രകോപനം. പലയിടത്തും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് വെടിവെപ്പ്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതിർത്തി സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം. രാജേഷ് ശ്രീനിവാസനുണ്ട് വിവരങ്ങളുമായി. രാജേഷ്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പ്രധാനമന്ത്രി അടക്കം നൽകിയിരിക്കുന്നത് സൈന്യത്തിന്. കടുത്ത തിരിച്ചടി അല്ലെങ്കിൽ കനത്ത പ്രഹരം തന്നെയായിരിക്കും സൈന്യം ഇനി പാകിസ്ഥാന് മേൽ വർഷിക്കാൻ പോകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. കാളിദാസൻ, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഇതുപോലെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. ഇത് 2016 ഉറിക്ക് ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് ഒരു അടുത്തൊരു യുദ്ധത്തിലേക്ക് കടക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ്, ഒരു തിരിച്ചടി നൽകും എന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന അല്ലെങ്കിൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമുക്ക് സമയം കുറവാണ്, അതുപോലെ തന്നെ ലക്ഷ്യം വലുതാണെന്ന്. ഇത് ഒരു സൂചനയാകാം, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു നൽകാൻ തയ്യാറെടുക്കുന്നു എന്നതിലേക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു സൂചന തന്നെയാകാം പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയ ആ പൊതുസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വീണ്ടും ഒരു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു വീണ്ടും പ്രകോപനം ഉണ്ടായിരിക്കുകയാണ്. അത് പ്രധാനമായും അതിർത്തിയായ LOC ആയ ലൈൻ ഓഫ് കൺട്രോൾ ആയ അക്നൂർ, അതുപോലെ പെക്കോൾ എന്നീ മേഖലയിലാണ് ഇതുപോലെ പാകിസ്ഥാൻ ഇന്ത്യ സൈന്യത്തിന് നേരെ വെടിവെക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാകുന്നത്. അതിൽ ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്നതാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് തുടർച്ചയായ 6ാം ദിവസമാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ഇന്ത്യ സൈന്യത്തിന് നേരെ ഒരു പ്രകോപനം അല്ലെങ്കിൽ വെടിവെപ്പ് ഉണ്ടായത്. അതിൽ ശക്തമായി തിരിച്ചടിയുകയും അതിനൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അത് ഇന്നലെ ചേർന്ന യോഗത്തിന് ഇന്ത്യൻ സേനയ്ക്ക് അല്ലെങ്കിൽ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ സേന ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദില്ലിയിലെ വസതിയിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കര വ്യോമ നാവികസേന മേധാവിമാരും കൂടി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സൈന്യത്തിന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. അതിൽ ഏത് സമയത്ത് എപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും പാകിസ്ഥാന് ഒരു തിരിച്ചടി നൽകാം എന്നതുകൂടി ഇപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ ഈ 26 പേരുടെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആളുകൾ ഉൾപ്പെട്ട ഈ ഭീകരക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. പ്രധാനമായും കാശ്മീരിലെ തെക്കൻ വനമേഖലയിൽ തന്നെ ഈ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. അതിന് ഈ സാങ്കേതിക വിദഗ്ധരടക്കം അല്ലെങ്കിൽ പ്രാദേശിക ജനങ്ങളും അതുപോലെ തന്നെ ഗോത്ര വിഭാഗക്കാരും ഉൾപ്പെടുത്തിയ ഒരു അതീവ സുരക്ഷ, അല്ലെങ്കിൽ ഈ സുരക്ഷയ്ക്കപ്പുറം ഒരു തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സൈന്യം. എന്തായാലും തുടർച്ചയായ 6ാം ദിവസവും പാക് സൈന്യത്തിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഒരു പ്രകോപനം ഉണ്ടായി. അത് തിരിച്ചടി നൽകുന്നതിനോടൊപ്പം ഒരു മുന്നറിയിപ്പും കൂടി ഇപ്പോൾ ഇന്ത്യൻ സേന നൽകുന്നുണ്ട്. അത് ഈ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇതുപോലെ ഒരു മുന്നറിയിപ്പുമായി ഇന്ത്യൻ സേന രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഇന്ത്യ കൊണ്ടുവരുന്ന നടപടി, അല്ലെങ്കിൽ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയ പിന്നാലെ പാക് പ്രധാനമന്ത്രി നിലവിൽ ഇപ്പോൾ ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിനിടയിലും അതുപോലെ തന്നെ 36 മണിക്കൂറിനിടയിൽ ഇന്ത്യ ഒരു വലിയൊരു തിരിച്ചടി നൽകാൻ തയ്യാറാകുന്നു എന്നുകൂടി നിലവിൽ ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UN ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പാകിസ്ഥാൻ പറയുന്നത്. എന്തായാലും ഈ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ, അല്ലെങ്കിൽ 2016 ശേഷം സൈന്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇനി ഏത് രീതിയിൽ എപ്പോൾ എങ്ങനെ തിരിച്ചടി നേടും, അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കും എന്നെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് പാകിസ്ഥാൻ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും UN അടക്കം, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാനെ പിന്തള്ളിയ സാഹചര്യത്തിൽ ഈ പാകിസ്ഥാൻ ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായാലും ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന ആ യോഗത്തിന് ശേഷം, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കര വ്യോമ നാവികസേന മേധാവിമാരും കൂടി ചേർന്ന ആ ഉന്നതതല യോഗത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നത്. എന്തായാലും ഈ സ്വാതന്ത്ര്യത്തിന് പിന്നാലെ 2016 ശേഷം ഈ ഇന്ത്യ ഏതെല്ലാം രീതിയിൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ 2019 ബാലക്കോട്ട് ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ച പോലെ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്നെല്ലാം ഈ
ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇന്ത്യൻ സൈന്യത്തിന് നേരെ പ്രകോപനം ഉണ്ടായി. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയോടും നടന്ന പ്രകോപനത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് നിലവിലെ സൈന്യം വ്യക്തമാക്കുന്നത്. ഇത് പ്രധാനമായും LOCയിലെ ലൈൻ ഓഫ് കൺട്രോളിലെ അക്നൂർ, പെക്വാൽ എന്നീ മേഖലയിലാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതിൽ ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഒരു ഭാഗത്ത് 26 പേരുടെ ജീവനെടുത്ത ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സൈന്യം. അതിനായി സാങ്കേതിക വിദഗ്ധരും ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക വിദഗ്ധരും അതുപോലെ പ്രാദേശിക ജനവിഭാഗങ്ങൾക്കിടയിലും വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഗോത്രവിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഇപ്പോൾ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. ഈ ഭീകരർ കാശ്മീരിലെ തെക്കൻ താഴ്വര വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലെ സുരക്ഷാ സേന നൽകുന്ന വിവരം. കാളിദാസ്, പാക് പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. വെടിവെപ്പ് പല ഭാഗങ്ങളിലായി അതിർത്തി മേഖലയിലൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ നയതന്ത്ര നടപടികൾ ഇന്ത്യ കടുപ്പിച്ചൊരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രകോപനവും ഈ ഒരു വെടിവെപ്പും ഒക്കെ എത്ര നാൾ തുടരാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാളിദാസൻ, തുടർച്ചയായ 6ാം ദിവസമാണ് ഇതുപോലെ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ഇന്ത്യൻ സൈന്യ പോസ്റ്റുകൾക്ക് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഇതിൽ ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. പ്രധാനമായും അതിർത്തിയിൽ പ്രകോപനം തുടർന്നാൽ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത്. അത് ഈ സൈന്യത്തിന് 3 സൈന്യത്തിനും കര, വ്യോമ, നാവിക സേനകൾക്ക് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരിക്കാം ഇതുപോലൊരു മുന്നറിയിപ്പ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യം നൽകുന്നത്. എന്തായാലും 24 മണിക്കൂറിനിടയിലും 36 മണിക്കൂറിനിടയിലും ഇന്ത്യ വലിയൊരു ആസൂത്രണം നടത്തുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടി നൽകാൻ പോകുന്നു എന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് വരുന്ന ഒരു വാർത്ത. എന്തായാലും അതിന് പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിലാണ് UN അടക്കമുള്ള ഐക്യരാഷ്ട്രസഭയടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വീണ്ടും ഒരു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടായ സാഹചര്യത്തിൽ അതിനെ ശക്തമായി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്നത്. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയിൽ നടന്ന അല്ലെങ്കിൽ LOCയിൽ നടന്ന ലൈൻ ഓഫ് കൺട്രോളിൽ നടന്ന വെടിവെപ്പിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുള്ള വെടിവെപ്പിൽ ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്നത് തന്നെയാണ് സൈന്യം വ്യക്തമാക്കുന്നത്. പ്രധാനമായും അക്നൂർ അതുപോലെ പെക്വാൾ എന്നീ മേഖലയിലാണ് പാക് പ്രകോപനം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കാളിദാസ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു BSF ജവാൻ ഇപ്പോഴും പാകിസ്ഥാന്റെ പിടിയിലാണ്. ഇനി ഈ ഒരു BSF ജവാന്റെ ജീവൻ വെച്ചൊരു വിലപേശലാണോ പാകിസ്ഥാൻ ഇനി ഉദ്ദേശിക്കുന്നത്? കാളിദാസ്, BSF ജവാന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മോചനത്തിന് വേണ്ടിയുള്ള നടപടികളെല്ലാം ഇന്ത്യ ശക്തമാക്കിയിരുന്നു. എന്നാൽ അതിനോടൊന്നും പ്രതികരിക്കാതെ അല്ലെങ്കിൽ അതിനുവേണ്ട അനുകൂല നിലപാട് സ്വീകരിക്കാതെയാണ് നിലവിൽ ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. അതൊരു ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിലപേശൽ തന്നെയാകാം എന്ന് തന്നെയാണ് സൂചന. ഈ പഞ്ചാബ് അതിർത്തിയിലെ BSF ജവാനെ പിടികൂടിയിട്ട് ദിവസങ്ങളായിട്ടും അതിന് വേണ്ടിയൊരു പ്രതികൂല അല്ലെങ്കിൽ അനുകൂല നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ സൈന്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ ഈ സൈന്യത്തിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബം കാണാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ദിവസങ്ങൾ എത്രയായിട്ടും ഒരു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ഇനി ഈ ജവാന്റെ മോചനത്തിനായി ഈ ഇന്ത്യ ഏതെല്ലാം രീതിയിൽ ഇടപെടും എന്ന് തന്നെയാണ് പ്രധാന ചോദ്യചിഹ്നം. എന്തായാലും ഈ പാകിസ്ഥാൻ പിടികൂടി അല്ലെങ്കിൽ അതിർത്തി കടന്ന ഈ ജവാന് വേണ്ടിയുള്ള മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടർന്നുകൊണ്ടിരിക്കുന്നു. കാളിദാസ്.